ഒരു എക്സ്പ്രഷൻ മാത്രം ഇട്ട് 9 സീനിൽ അഭിനയിച്ച ഒരു പോലീസുകാരുണ്ടായിരുന്നു. അയാളുടെ ആവശ്യമില്ല. പിന്നെ സുരേഷ് ഗോപിയുടെ മോൻ്റെ ആവശ്യമില്ല. പറയാമെങ്കിൽ സിനിമയുടെ ആവശ്യമേ ഇല്ല. വിക്ടിം പ്ലേ കളിക്കുന്ന എല്ലാവർക്കും ഒരു അടിയാണത്. പ്രേക്ഷകർ ഇല്ലെങ്കിൽ പൊതുജനത്തിന് സെൻസർ ബോർഡ് എന്ന് പറയുന്ന കമ്മിറ്റി നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവർ ചോദിച്ചു വാങ്ങിയതാണ്, ഈ സിനിമാക്കാർ ചോദിച്ചു വാങ്ങിയതാണ്. കാരണം അവർ തന്നെ ആ സിനിമയോട് നീതികേട് കാണിച്ചു. അപ്പോൾ അതിനുള്ള മറുപടി അവർക്ക് തിയേറ്ററിൽ നിന്ന് കിട്ടും. ധൈര്യമായിട്ട് നമുക്ക് കാണാം. എനിക്ക് വളരെയധികം തൃപ്തിയോടുകൂടിയാണ് ഞാൻ സിനിമ കണ്ടിറങ്ങിയത്. നെഗറ്റീവ് പറയാനൊന്നുമില്ല. കൊള്ളൂല്ലോ ബ്രോ, വളരെ മോശം. കാരണം നെഗറ്റീവ് പറയാനേ ഉള്ളൂ അതിൽ. സിനിമയല്ല, ഇത് പൊളിറ്റിക്സാണ്. പുള്ളി അങ്ങനെ പൊതുവെ പറയുന്നില്ല. പാർലമെൻറ്റിലൊക്കെ പറയാൻ ഡയലോഗ് ക്യാമറയുടെ മുമ്പിൽ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും, അതാണ് ഈ സിനിമ. അല്ല പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നുമില്ല. ഓഡിയൻസിനൊന്നും കണക്ട് ആവുമെങ്കിൽ ഇത്രയും പേര് നെഗറ്റീവ് പറയില്ലല്ലോ. വളരെ മോശം സിനിമയാണ്. ഇതുപോലുള്ള കണ്ടന്റ് ഇപ്പോൾ ഒരുപാട് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ അതുമായിട്ട് വെച്ച് നോക്കുമ്പോൾ ഇതൊരു സിനിമയായിട്ട് കൂട്ടാനില്ല. ആസ് എൻ ഓഡിയൻസ് നമുക്ക് എൻ്റർടൈൻമെൻറ്റാണ് വേണ്ടത് അല്ലേ, അല്ലാതെ ഒരു കണ്ടന്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് നമുക്ക് കണക്റ്റ് ആവുന്ന രീതിയിൽ പറയണം. ഇത് കണക്റ്റ് ആയിട്ടൊന്നുമില്ല. പിന്നെ ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ് ഒക്കെ ഭയങ്കര മോശമായിരുന്നു. ഒരു എക്സ്പ്രഷൻ മാത്രം ഇട്ട് 9 സീനിൽ അഭിനയിച്ച ഒരു പോലീസുകാരുണ്ടായിരുന്നു. അയാളുടെ ആവശ്യമില്ല. പിന്നെ സുരേഷ് ഗോപിയുടെ മോൻ്റെ ആവശ്യമില്ല. പറയാമെങ്കിൽ സിനിമയുടെ ആവശ്യമേ ഇല്ല. അത്രയ്ക്ക് മോശം സിനിമ. നല്ല സിനിമ, വളരെ നല്ല സിനിമ. ഐ ഹാവ് ടു സേ, ഇപ്പം റീസെൻറ്റ് ഇറങ്ങിയതിൽ വെച്ച് വൺ ഓഫ് ദ ബെസ്റ്റ് ത്രില്ലേഴ്സാണ്. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് കോർട്ട് റൂം ഇറങ്ങിയത് നേര് സിനിമയാണെന്ന് തോന്നുന്നു. നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവിയാണ്. നല്ല മസ്റ്റ് വാച്ച് ആയിട്ട് കണ്ടിരിക്കേണ്ട, സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള നല്ലൊരു സ്റ്റോറി, നല്ലൊരു ത്രെഡ്, എവറിത്തിങ് ഈസ് ഗുഡ്. നെഗറ്റീവ് പറയാനൊന്നുമില്ല. ദാറ്റ് വാസ് അൺനെസസറി. അത് എനിക്ക് തോന്നുന്നു മൂവിക്ക് ഒരു ആഡ് ഓൺ ആയതേ ഉള്ളൂ. ഒരു കോർട്ട് സീനിലെ പേര് മ്യൂട്ട് ചെയ്യുന്നുണ്ട്, അല്ലാതെ വേറൊരു ഡിഫറൻസും ഇതിൽ വന്നിട്ടില്ല. ചേട്ടാ അടിപൊളി പടം ചേട്ടാ, അടിപൊളി എന്ന് പറഞ്ഞാൽ എല്ലാവരും വന്ന് കാണണം. എന്താ പറയുക, അവരുടെ പെർഫോമൻസ് പറയുകയാണെങ്കിൽ സുരേഷ് ഗോപിയുടെ പെർഫോമൻസിലും ഈവൻ ഗോകുൽ സുരേഷിൻ്റെ പെർഫോമൻസ്, അനുപമയുടെ പെർഫോമൻസ് മാർവലസ്, ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ്. എന്താ പറയുക, ഒരു നമ്മുടെ പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ ഈ വിക്ടിം പ്ലേ കളിക്കുന്ന ആൾക്കാർക്ക് ഒരു തിരിച്ചടി, ഒരു അടിയാണത്. വിക്ടിം പ്ലേ കളിക്കുന്ന എല്ലാവർക്കും ഒരു അടിയാണത്. വിക്ടിം പ്ലേ എന്താണെന്നുള്ളത് എല്ലാം അതിനകത്ത് സ്ഥിതി ചെയ്തിട്ടുണ്ട്. വിക്ടിം പ്ലേ കളിക്കുന്നതിന് പിന്നെ അവിടെ പെർഫോമൻസും എല്ലാം അടിപൊളിയാണ്. പിന്നെ ഒരു പെൺകുട്ടികൾക്ക് വേണ്ട ബേസിക് നീഡ് അതിനകത്ത് വരുന്നുണ്ട്. എല്ലാം അവർ സ്പെസിഫൈ ചെയ്ത് എന്താണ് ബേസിക് നീഡ്സ് ഒരു പെൺകുട്ടിക്ക് വേണ്ടത്, അതെല്ലാം വിശദമായിട്ട് അതിനകത്ത് പറയുന്നുണ്ട്. പെർഫോമൻസും അടിപൊളിയാണ്, കൊള്ളാം, അടിപൊളി പടം. ഒരു ആവറേജ് മൂവി, ആവറേജ് എന്ന് പറഞ്ഞാൽ ആവറേജ് മൂവി അത്രേ പറയുള്ളൂ. നമ്മൾ സ്ഥിരം കണ്ടുപിടിഞ്ഞു. പക്ഷേ ഫസ്റ്റ് ഹാഫ് ഗംഭീരമായിരുന്നു. അത് ഉള്ളതുപോലെ ഫസ്റ്റ് ഹാഫ് ഗംഭീരമായിരുന്നു. സെക്കൻഡ് ഹാഫിൽ കുറേ മസാലയും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ, പക്ഷേ നമ്മളെ ബോറടിപ്പിക്കാതെ ഇരുത്തുന്നതിലൊക്കെ ഇതുണ്ട്. പക്ഷേ ആ കണ്ടൻറ് ബേസും ബാക്കിയുള്ള സംഭവങ്ങളൊന്നും നമുക്ക് അത്രയും യോജിക്കാം. പിന്നെ നമ്മൾ ഈ പടം കണ്ടത് തന്നെ ഈ സെൻസർ ബോർഡിൻ്റെയും ബാക്കിയുള്ള സംഭവങ്ങൾക്കൊക്കെ വലിയ ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എന്താണ് ഇവരൊക്കെ ഇത്രയും ആക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ ഒരു ഇഷ്യൂവും കാര്യങ്ങളുടെ ഒന്നും ഒരു ആവശ്യമുണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ സിനിമക്കാർ ഇതിനകത്ത് കുറ്റം പറയാൻ പറ്റത്തില്ല. ഇനി അവർക്ക് അതിനകത്ത് എന്തെങ്കിലും കൈകടത്തലുണ്ടോ എന്ന് പറഞ്ഞല്ലോ. സെൻസർ ബോർഡ് അങ്ങനെ ഒരു ആവശ്യം ഒന്നും അതിനകത്തില്ല. കാരണം അവർ നമ്മളെടുത്ത് ആൻസർ പറയണം ശരിക്കും പറഞ്ഞത് സെൻസർ ബോർഡ്. കാരണം നമ്മുടെ ഭരണഘടനാ സ്ഥാപനമാണ് സെൻസർ ബോർഡ് എന്ന് പറയുന്നത്. അവർക്ക് ഈ സമൂഹത്തിനോടും ഓരോ ജനങ്ങളോടും ഒരു ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ ഒരു പേരിൻ്റെ പുറത്ത് ആ പേര് മാറ്റണമെന്ന് അവർ അവിടെ പറയുന്നുണ്ടെങ്കിൽ അത് നമ്മളെയും കൂടെ ബോധ്യപ്പെടുത്താൻ അവർക്ക് സാധിക്കണം. പക്ഷേ ഈ സിനിമ കണ്ടിട്ട് അങ്ങനെ ഒരു പേര് ഇതിൽ ഉപയോഗിച്ചത് കൊണ്ട് എന്താണ് മോശം എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായില്ല. അത് ഉറപ്പായിട്ടും അവർ ബോധ്യപ്പെടുത്തണം. നമ്മളെ പ്രേക്ഷകർ ഇല്ലെങ്കിൽ പൊതുജനത്തിന് സെൻസർ ബോർഡ് എന്ന് പറയുന്ന കമ്മിറ്റി നമ്മളെ ബോധ്യപ്പെടുത്തണം എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായതെന്നുള്ളത്. ഇല്ല, അത് ഒരു തൃപ്തി കുറവുണ്ട്. ഒരു 50% ഓക്കെ, അത്രേ പറയാൻ പറ്റുള്ളൂ. അത് ശരിക്കും പറഞ്ഞാൽ ഇവർ ചോദിച്ചു വാങ്ങിയതാണ്, ഈ സിനിമാക്കാർ ചോദിച്ചു വാങ്ങിയതാണ്. കാരണം അവർ തന്നെ ആ സിനിമയോട് നീതികേട് കാണിച്ചു. ഇത്രയും കോടതിയിലൊക്കെ പോയി സെൻസർ ബോർഡിന് അടിമപ്പെട്ടു. അത് തന്നെ ഈ സിനിമയുടെ ആൾക്കാർ കാണിച്ച നീതികേടാണ്. അപ്പോൾ അതിനുള്ള മറുപടി അവർക്ക് തിയേറ്ററിൽ നിന്ന് കിട്ടുള്ളൂ. അത് തന്നെയാണ് ആ സിനിമ തരുന്നതും. അത്ര ഒരു 101% നല്ല ഒരു സാധനമൊന്നുമല്ല. കണ്ടുകൊണ്ടിരിക്കാം. വലിയ ഈ പറഞ്ഞതുപോലുള്ള ഒരു സംഭവങ്ങളും കുറേ മസാലയൊക്കെ നിറച്ച് ഫസ്റ്റ് ഹാഫ് വാസ് വെരി നൈസ്, വളരെ നന്നായിരുന്നു ഫസ്റ്റ് ഹാഫ്. പക്ഷേ സെക്കൻഡ് ഹാഫ് കുറേ മസാലയൊക്കെ നിറച്ച് എങ്ങനെയെങ്കിലും തീർക്കണം എന്നുള്ള മൈൻഡിൽ ഒരു കോടതിയിൽ നടക്കാത്ത പരിപാടിയൊക്കെ അവസാനമൊക്കെ കാണിക്കുന്നു. കുഴപ്പമില്ല, കണ്ടുകൊണ്ടിരിക്കാം. പക്ഷേ ഭയങ്കര ഒരു സംഭവമൊന്നും പ്രതീക്ഷിച്ചിട്ടൊന്നും അതിനൊന്നുമില്ല. നല്ല സിനിമയാണ്, വളരെ നല്ലൊരു മൂവിയാണ്. ഈ സിനിമ വെറുതെ വിവാദം, ഈ പേരിൻ്റെ പേരും പറഞ്ഞ് വിവാദം സൃഷ്ടിച്ച് ഈ സിനിമ 1 മാസം നീട്ടിക്കൊണ്ടു പോയെന്ന് പറയാനുണ്ട്. ഒരു പേരിൽ എന്തിരിക്കുന്നു എന്ന് എനിക്ക് വേണമെങ്കിൽ ഈ അവരോട് ചോദിക്കേണ്ടി വരും. അത്രയ്ക്ക് നല്ലൊരു മൂവി എന്ന് പറയുമ്പോൾ. പിന്നെ ഈ സിനിമ സുരേഷ് ഗോപിയുടെയും അനുപമയുടെയും അഭിനയമാണെങ്കിൽ പറയേണ്ടത്. അവർ രണ്ടുപേരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ അനുപമ ഒരുപാട് മലയാള സിനിമയിൽ അഭിനയിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് സിനിമയുടെ ഒരു കാൽഭാഗമോ കുറച്ച് ഭാഗത്തിൽ വന്നു പോകുന്ന കഥാപാത്രങ്ങളാണ് അവർക്ക് മലയാളത്തിൽ
കിട്ടിയിട്ടുള്ളത്. അവരുടെ ഇന്നോളമുള്ള മലയാള സിനിമയിലെ ഏറ്റവും നല്ലൊരു കഥാപാത്രമാണ് സിനിമ എന്ന് പറയാം. അവർ അത്ര ഭംഗിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ സിനിമയുടെ ഡയലോഗ്സ് ആയാലും പിന്നെ തിരക്കഥയായാലും എല്ലാം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പ്രത്യേകിച്ച് പറയണം. ആ സിനിമയെ കൊഴിപ്പിക്കുന്നതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ്, അതും വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല മൂവിയാണ്. നമുക്ക് ധൈര്യമായിട്ട് ഈ സിനിമ ടിക്കറ്റ് എടുത്ത് വന്ന് കാണാം, നമുക്ക് എൻജോയ് ചെയ്ത് തിരിച്ചറിയാം. നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ സിനിമയിൽ പറയുന്നത്. ധൈര്യമായിട്ട് നമുക്ക് കാണാം. എനിക്ക് വളരെയധികം തൃപ്തിയോടുകൂടിയാണ് ഞാൻ സിനിമ കണ്ടിറങ്ങിയിട്ടുള്ളത്. ധൈര്യമായിട്ട് എല്ലാവരും ഈ സിനിമ വന്ന് കാണുക. വെറുതെ ഒരു മാസം മുമ്പ് ഇറങ്ങേണ്ട സിനിമ പെട്ടിക്കകത്തിരുന്നത് വീണ്ടും വന്നു. അത് നമുക്ക് നല്ല ഒരു മൂവി എൻജോയ് ചെയ്തിട്ട് തിരിച്ചു പോകാം.